എന്തൊരു മഹാമാര്, ഞാൻ ജനിക്കേണ്ടിയേ ഇരുന്നില്ല, തുടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. കയറുക, വീഡിയോ എടുക്കുക, ഇടുക എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറി എന്നുള്ളതിനെ കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ. ഒരു ട്രെൻഡും ഇല്ല. ആ ട്രെൻഡായി മാറിയിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടുത്തെ നിയമ സംവിധാനമാണ്. ബസ്സിൽ നിന്ന് നിങ്ങൾ ഒരു അസോൾട്ട് ഉണ്ടായി, ആ പെൺകുട്ടി ഫ്രീസ് ആയി പോയി, ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, ആ പെൺകുട്ടി ഇപ്പൊ എന്നെ പോലെ ബോൾഡ് ആണെന്നില്ല. അപ്പൊ അവരുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു ടൂള് ക്യാമറയാണ്. ക്യാമറ എടുത്ത് തെളിവ് ശേഖരിച്ചപ്പോ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുത്തു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഇത് പറയട്ടെ, ആ പോലീസ് കൊണ്ട് കേസ് കൊടുത്തു. ഇനിയിപ്പോ എന്ത് കേസ് എങ്ങനെയാ പഠിക്കേണ്ട? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ ആരും ഇഷ്ടപ്പെടും, എന്നെ ആരും സ്നേഹിക്കേണ്ടതോ, എന്നെ നിങ്ങൾ ആരും സ്നേഹപ്പെടും. നിങ്ങൾ ആരെങ്കിലും 1000 കോടി എടുത്താൽ പണം ആ ഫെമിനിസത്തിൽ നിന്നൊന്ന് തിരിച്ചെടുത്ത് തരൂ. കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ്. ഞാനിവിടെ പറയുന്നു, അത് പാവം ഒരു ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചാന്ന് ഞങ്ങൾക്ക് തോന്നും. ഡൽഹിയിൽ പീഡനം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പമാണ് ഞങ്ങൾ, പക്ഷേ ഷിംജിതയോടൊപ്പമല്ല. അതേ ഉള്ളൂ, അതിനകത്ത് നിലപാട് അതാണ്. ആയിക്കോട്ടെ. അതുകൊണ്ട് ഈ സമൂഹവും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ചേർന്നാണ് ഈ ദീപക്കിനെ കൊന്നു കളഞ്ഞത്. അന്ന് നിങ്ങൾക്ക് ഷിംജിതയിലേക്ക് കല്ലെറിഞ്ഞ് ആരോപിക്കാൻ വേണ്ടി പറ്റില്ല. ഷിംജിത അതിനകത്ത് ഒരു അബദ്ധവശാൽ ഒരാളായി പോയി, അതിനകത്ത് ഒരു കണ്ണിയായി പോയി മാത്രമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഷിംജിതനെയും അതേപോലെ അതേ നാണയത്തിൽ സൈബർ ബുള്ളിങ് ചെയ്യരുത്. അവർ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന് ഞരങ്ങുവാ. ഉദ്ദേശം അറിയാം, ഇങ്ങനെ ക്യാമറ ആയിട്ട് വരുന്നവന്മാരെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ അറിയാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. റിയൽ ആയിട്ട് നിങ്ങൾക്ക് മറ്റേ ബാട്ടച്ചും ഗുട്ടച്ചും മനസ്സിലാവും. എനിക്കത് അറിയില്ല, തെറ്റിദ്ധാരണ എന്നല്ല, എനിക്കത് അറിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലാവും. ഞാനത് പൊതുമാധ്യമത്തിൽ ഇട്ടേക്കാം, ഞങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. ഈ ഒരു വിഷയം മോനെ